ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. വിഷു കഴിഞ്ഞു. ഇനി ഈ നക്ഷത്ര ജാതകർക്ക് ശുക്രൻ ഉദിക്കുവാൻ പോകുന്നു. അതായത് നിങ്ങളുടെ കഷ്ടപ്പാടും ദുരിതങ്ങളുമെല്ലാം അവസാനിക്കുന്ന ദിവസങ്ങളാണ്. ആദിത്യൻ മേടം രാശിയിൽ അശ്വതി, ഭരണി, കാർത്തിക എന്നീ ഞാറ്റുവേലകളിലൂടെ കടന്നു പോകുന്നു. മേടം 4 വെള്ളിയാഴ്ച കറുത്തവാവും, മേടം 18 വെള്ളിയാഴ്ച വെളുത്ത വാവും വരുന്നു. മേടം 5 അതായത് ഏപ്രിൽ 18 വൈശാഖ മാസം ആരംഭിക്കും. അക്ഷതൃതീയ മേടം 6 അതായത് ഏപ്രിൽ 19 ശനി മീനം രാശിയിൽ ഉത്രട്ടാതിയിൽ തുടരുന്ന കാലമാണ്. വ്യാഴം മിഥുനത്തിൽ പുണർദത്തിലും രാഹു കേതുക്കൾ യഥാക്രമം കുംഭത്തിലും ചിങ്ങത്തിലുമായി പിൻഗതിയിൽ മാസാന്ത്യം മേടത്തിൽ പ്രവേശിക്കും. ബുധൻ മീനത്തിലാണ്, 17 മേടത്തിൽ പ്രവേശിക്കും. ശുക്രൻ മേടം 6 വരെ മേടത്തിലും തുടർന്ന് ഇടവത്തിലും സഞ്ചരിക്കുന്നു. മേടം 31 ബുധനും ശുക്രനും രാശി മാറ്റമുണ്ട്. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ മേടമാസ നക്ഷത്ര ഫലമാണ്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗവും ചേർന്ന മേടരാശിക്കാരായ നിങ്ങൾക്ക് വളരെയധികം ഗുണഫലങ്ങൾ ഈ മാസം അനുഭവത്തിൽ വരും. മാതാപിതാക്കളുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ ബന്ധുഗുണമുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് മേലധികാരിയുടെ അംഗീകാരം ലഭിക്കുന്നതാണ്. ഇഷ്ടസ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. തൊഴിൽ തേടുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങളിൽ നിന്നുമുള്ള വളരെയധികം അനുഭവങ്ങൾ വന്നു ചേരും. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ആശ്വാസം ഭവിക്കുന്നതാണ്. ഗൃഹ ഉപകരണങ്ങൾ പുതിയത് വാങ്ങുവാൻ കഴിയുന്നതാണ്. അതുപോലെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ശമിച്ചു കിട്ടും. ബന്ധുജന സഹായം ലഭിക്കും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി കൈവരിക്കുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാനും വലിയ ഫലം പ്രതീക്ഷിക്കാവുന്ന കാലം കൂടിയാണ്. നിങ്ങൾ ദോഷശമനത്തിനായി വിഷ്ണു ഭജനം നടത്തുക. അതുപോലെ ഭാഗവത പാരായണം സ്വയം ചെയ്യുക. നിങ്ങളുടെ ജന്മനാളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ആയുസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവ രാശിക്കാരായ നിങ്ങൾക്ക് ഗൃഹനിർമ്മാണത്തിനായി പണം മുടക്കേണ്ടി വരുന്ന കാലമാണ്. ഉറ്റ സുഹൃത്തിൻ്റെ ബന്ധങ്ങൾ മൂലം അപകടങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ കഴിയുന്നതാണ്. അതുപോലെ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കും. വാസസ്ഥാനത്തിലുള്ള മാറ്റം സംഭവിക്കാം. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് സ്ഥലം മാറ്റമുണ്ടാകും. ഇഷ്ടസ്ഥാന ലബ്ധി എന്നിവ പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. ഇൻഷുറൻസ്, ലോട്ടറി, ചിട്ടി എന്നിവയിൽ നിന്നും ധനലാഭത്തിനുള്ള സാധ്യതയുണ്ട്. അലർജി സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ചികിത്സ വേണ്ടിവരും. പണമിടപാടുകളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ പിതാവിനുണ്ടായിരുന്ന അരിഷ്ടതകളെല്ലാം തന്നെ ശമിച്ചു കിട്ടും. അനുകൂലമായി നിന്നിരുന്ന സുഹൃത്തുക്കൾ ചിലപ്പോൾ പിന്നോക്കം പോകുവാനും ഇടയുള്ള കാലമാണ്. തൊഴിൽ രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. സ്വന്തം ബിസിനസ്സിൽ നിന്നും ഗുണാനുഭവങ്ങൾ ലഭിക്കുവാൻ അല്പം കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം. ഭൂമി, വാഹനം എന്നിവ വാങ്ങുവാനുള്ള തീരുമാനം നടപ്പിലാകും. വിലപ്പെട്ട രേഖകൾ കൈമോശം വരുവാനിടയുള്ള കാലമാണ്. ബന്ധുജന സഹായത്താൽ കാര്യസാധ്യമുണ്ടാകും. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി നിങ്ങൾ ശ്രീ ദുർഗാദേവിയെ ഭജിക്കുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദുർഗാ സൂക്ത പുഷ്പാഞ്ജലി ത്രിമധുരം നിവേദിച്ച് നടത്തുക. അതുപോലെ നിത്യേന ഭവനത്തിൽ ദുർഗ അഷ്ടോത്തര ജപിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുന രാശിക്കാരായി നിങ്ങൾക്ക് സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. കാലാവസ്ഥ ജന്യ രോഗസാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബുദ്ധിമുട്ട് നിറഞ്ഞ യാത്രകളും പദ്ധതികളുമെല്ലാം ഒഴിവാക്കുക. സഹപ്രവർത്തകർ നിമിത്തം മനോവിഷമം ഉണ്ടാകും. സാഹസികമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ തുനിയുന്നതാണ്.
ഭാര്യ ഭർത്തൃബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാം. ധനപരമായി വളരെയധികം വിഷമതകൾ നേരിടേണ്ട കാലമാണ്. സുഹൃത്തുക്കളുമായി ഒത്തുചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. തൊഴിൽപരമായി വളരെയധികം വിഷമതകൾ. വിവാഹാലോചന നടത്തുന്ന ആളുകൾക്ക് തീരുമാനത്തിൽ മാറ്റമുണ്ടാകും. സുഹൃത്തുക്കളുടെ പെരുമാറ്റം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കില്ല. തൊഴിൽ രംഗത്ത് മടുപ്പേറിയ അനുഭവങ്ങൾ വന്നു ചേരും. ബന്ധുജനങ്ങളുമായി അഭിപ്രായ ഭിന്നതയ്ക്കും സാധ്യതയുണ്ട്. നിങ്ങളുടെ സന്താനങ്ങൾക്ക് വളരെയധികം അനുകൂലമായ കാലമാണ്. അവർക്കുണ്ടായിരുന്ന രോഗാദി ദുരിതങ്ങളിലെല്ലാം തന്നെ ശമനമുണ്ടാകും. എല്ലാ കാര്യത്തിലും ജീവിത പങ്കാളിയിൽ നിന്നും ഉറച്ച പിന്തുണ. പ്രണയിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളും വന്നു ചേരും. വിദേശത്തു നിന്നും നാട്ടിൽ തിരികെ എത്തുവാൻ കഴിയുന്നതാണ്. അതുപോലെ ബാങ്കുകളിൽ നിന്നും ലോൺ പാസ്സാക്കി കിട്ടുന്നതാണ്. പ്രത്യേകിച്ചും രോഗദുരിതങ്ങളിൽ വിഷമിക്കുന്ന ആളുകൾക്ക് വളരെയധികം ആശ്വാസമുണ്ടാകും. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ഗണപതി ഭജനം നടത്തുക. പ്രത്യേകിച്ചും ജന്മനാളിൽ ഗണപതിയെ വണങ്ങി അവൽ, കരിമ്പ്, ശർക്കര ഇവ നിവേദിക്കുക. വീട്ടിൽ നാരായണീയം നിത്യേന പാരായണം ചെയ്യുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക രാശിക്കാരായ നിങ്ങൾക്ക് ഇടവിട്ടിടവിട്ട് രോഗങ്ങൾ പിടിപെടുവാൻ ഇടയുണ്ട്. സാമ്പത്തികമായ ഇടപാടുകളിൽ അബദ്ധങ്ങൾ സംഭവിക്കാം. പൈതൃക സ്വത്തിൻ്റെ അനുഭവമുണ്ടാകും. അതുപോലെ കരുതിവെച്ച പണം മറ്റാവശ്യങ്ങൾക്കായി ചെലവഴിക്കേണ്ടി വരുന്നതാണ്. മാനസികമായ പിരിമുറുക്കം വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉടലെടുക്കുന്നതാണ്. അതുപോലെ മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യം. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കുവാനും കഴിയുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്കും നേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും വലിയ നേട്ടങ്ങൾ കൈവരിക്കും. വരവിനൊപ്പം നിങ്ങൾക്ക് ചെലവും അധികരിക്കുന്ന കാലമാണ്. സന്താന ഗുണം വർദ്ധിക്കും. ഔദ്യോഗിക രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സഹോദരങ്ങൾക്കും അരിഷ്ടതകൾക്കുള്ള സാധ്യതയുണ്ട്. ഉത്തരവാദിത്വം വർദ്ധിക്കും. തികച്ചും അവിചാരിതമായി കുടുംബത്തിൽ അസ്വസ്ഥത ഉടലെടുക്കുവാൻ ഇടയുള്ള കാലമാണ്. ശാരീരികമായും അരിഷ്ടതകൾ നേരിടേണ്ടി വരും. ബിസിനസ്സുകളിൽ നിന്നും മികച്ച നേട്ടം. ദ്രവ്യലാഭത്തിനുള്ള ഭാഗ്യം. കലാരംഗത്തും മികച്ച നേട്ടങ്ങൾ. ബന്ധുജനങ്ങളുമായി അടുത്ത് കഴിയുവാനും സാധിക്കുന്ന കാലമാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഈ സമയം ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം വർദ്ധിക്കും. അതുപോലെ തന്നെ അസ്ഥാനത്ത് സംസാരിച്ച് മറ്റുള്ളവരുടെ വിരോധം സമ്പാദിക്കും. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പകർച്ചവ്യാധി പിടിപെടുവാൻ ഇടയുണ്ട്. ഭവനം, വാഹനം എന്നിവയ്ക്ക് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. അധികാരികളിൽ നിന്നും അനുകൂലമായ തീരുമാനം ലഭിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ശമിച്ചു കിട്ടുന്നതാണ്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ശിവഭജനം നടത്തുക. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവങ്കൽ കൂവളമാല ചാർത്തിച്ച് മലർ നിവേദ്യം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗവും ചേർന്ന ചിങ്ങരാശിക്കാരായ നിങ്ങൾക്ക് പ്രധാന ജോലിയിൽ നിന്നല്ലാതെ ധനവരുമാനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പരിക്ക്, രോഗാതി ദുരിതം എന്നിവ മൂലം ജോലികളിൽ നിന്നും മാറി നിന്ന ആളുകൾക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയുന്നതാണ്. ഔഷധങ്ങളിൽ നിന്നും അലർജി പിടിപെടുവാൻ ഇടയുണ്ട്. വിശ്രമം കുറയും. അതുപോലെ എളുപ്പത്തിൽ സാധിക്കാവുന്ന പല കാര്യങ്ങളും അല്പം വിഷമം നേരിട്ടതിന് ശേഷം നടന്നു കിട്ടുന്നതാണ്. മറ്റുള്ള ആളുകളെ നിങ്ങൾ അന്ധമായി വിശ്വസിച്ച് അബദ്ധത്തിൽ ചാടുവാൻ ഇടയുള്ള കാലം കൂടിയാണ്. ചെവിക്ക് രോഗബാധിതയ്ക്കുള്ള സാധ്യതയുണ്ട്. ഗൃഹ അന്തരീക്ഷത്തിൽ ശാന്തത. സ്വദേശം വിട്ടു നിൽക്കേണ്ടി വന്നേക്കാം. സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങളുണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ള അവിചാരിത ധനലാഭം. വിശ്രമം കുറഞ്ഞിരിക്കും. സാമ്പത്തികമായ വിഷമതകളെല്ലാം തന്നെ ശമിച്ചു കിട്ടുന്നതാണ്. പുണ്യസ്ഥല സന്ദർശനമുണ്ടാകും. അതുപോലെ സന്താനങ്ങൾക്ക് വേണ്ടി പണച്ചെലവുണ്ടാകും. മാതൃഗുണം ലഭിക്കുന്നതാണ്. ജീവിത പങ്കാളി വഴിയും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. അന്യരെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കേണ്ടി വരുന്ന കാലമാണ്. അവിചാരിത കാരണത്താൽ നിരാശ അധികരിച്ചു നിൽക്കുന്നതാണ്. ഉദ്ദേശ കാര്യങ്ങൾ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടാകും. ആരോഗ്യസ്ഥിതി പരമായും വളരെയധികം മോശമായ സമയമാണ്. മൂത്രാശയ രോഗങ്ങൾ പിടിപെടാം.
നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ശ്രീകൃഷ്ണ ഭജനം നടത്തുക. ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി വെണ്ണ, കദളിപ്പഴം ഇവ നിവേദിക്കുക. പ്രത്യേകിച്ചും നിത്യേന ഭവനത്തിൽ ശ്രീകൃഷ്ണ ഭജനം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം ചിത്തിരിയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നി രാശിക്കാരായ നിങ്ങൾക്ക് പ്രതികൂലമായി ഉണ്ടാകുന്ന എല്ലാവിധ സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാൻ കഴിയുന്നതാണ്. സാമ്പത്തികമായ വിഷമതകൾ ഉണ്ടാകുമെങ്കിലും ബന്ധുജനങ്ങളുടെ സഹായത്താൽ ഇവയെല്ലാം തന്നെ തരണം ചെയ്യുവാൻ കഴിയുന്നതാണ്. ഭൂമി, ഭവനം എന്നിവ വാങ്ങുവാനുള്ള പരിശ്രമം വിജയിക്കും. തൊഴിൽ തേടുന്നവർക്ക് ജോലി ലഭിക്കുന്നതാണ്. ആയുധം, അഗ്നി ഇവയാൽ പരിക്കേൽക്കുവാൻ സാധ്യതയുള്ള കാലം കൂടിയാണ്. ജീവിതത്തിൽ പൊതുവെ നിങ്ങൾക്ക് അനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്ന കാലമാണ്. ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കാൻ കഴിയും. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ഒരുവിധം വിഷമതകളെല്ലാം തന്നെ ശമിച്ചു കിട്ടുന്നതാണ്. പ്രണയ സാഫല്യമുണ്ടാകും. വിവാഹ നിശ്ചയത്തോളം എത്തിയ ബന്ധം മാറിപ്പോകുവാൻ സാധ്യതയുള്ള കാര്യമായതിനാൽ ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കഠിന പരിശ്രമം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഈ കാലം വിജയ സാധ്യതയുള്ളൂ. അതുപോലെ ഏറ്റെടുത്ത ജോലികൾ ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടതായും വന്നു ചേരും. അന്യരോടുള്ള പെരുമാറ്റത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. വ്യവഹാരങ്ങളിൽ വിജയം, വിശ്രമം കുറയും. പുണ്യസ്ഥല സന്ദർശനമുണ്ടാകും. അതുപോലെ സന്താനങ്ങൾക്കായി പണച്ചെലവുണ്ടാകും. വളരെ കാലമായി നിങ്ങൾ ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് സാധ്യമാകുന്നതാണ്. മാതൃഗുണം ലഭിക്കും. ജീവിത പങ്കാളി വഴിയും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികവ് വന്നു ചേരും. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ വിഷ്ണു ഭജനം നടത്തുക. വിഷ്ണുവിൻ്റെ അഷ്ടോത്തരം നിത്യേന പാരായണം ചെയ്യുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് കത്തിച്ച് തൊഴുത് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിരയുടെ ബാക്കി പകുതി, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാം രാശിക്കാരായ നിങ്ങൾക്ക് സാമ്പത്തികമായി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും ശമിക്കും. പിതൃസ്വത്ത് ലഭിക്കുകയോ അതുമല്ലെങ്കിൽ പിതാവിൽ നിന്ന് അനുഭവ ഗുണമുണ്ടാകുകയോ ചെയ്യുന്നതാണ്. ദാമ്പത്യമായ ഭിന്നതകൾ ശമിക്കും. ആരോഗ്യ പുഷ്ടിയുണ്ടാകും. വാഹന സംബന്ധമായ പണച്ചിലവ് വന്നു ചേരുന്നതാണ്. ഉത്തരവാദിത്വം വർദ്ധിക്കും. കുടുംബത്തിലെ മുതിർന്ന അംഗത്തിന് പലതരത്തിലുള്ള അരിഷ്ടതകൾ വന്നു ചേരാം. സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷവും വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. ബന്ധുഗൃഹം സന്ദർശനമുണ്ടാകും. സഹോദരങ്ങൾക്കായി പണച്ചിലവുണ്ടാകും. അശ്രദ്ധയാൽ മേലധികാരിയുടെ അപ്രീതി സമ്പാദിക്കേണ്ടി വരുന്ന കാലമാണ്. അഭിമാനക്ഷതം സംഭവിക്കാതെ ശ്രദ്ധിക്കുക. ഉത്തമ സന്താന യോഗമുള്ള കാലമാണ്. ഔദ്യോഗികപരമായി യാത്രകൾ വന്നു ചേരും. ദേഹസുഖം വർദ്ധിക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ ബന്ധങ്ങൾ ലഭിക്കും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി, സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ആളുകൾക്ക് ആശ്വാസം എന്നിവ ലഭിക്കുന്നതാണ്. രോഗദുരിതങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങും. ബന്ധുക്കൾ നിമിത്തം നേട്ടം. കാർഷിക മേഖലയിൽ നിന്നും വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ ഒന്നിക്കുന്നതാണ്. അശ്രദ്ധ മൂലം ചെറിയ വീഴ്ച, പരിക്ക് എന്നിവ സാധ്യതകളാണ്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി നിങ്ങൾ ഗണപതി ഭജനം നടത്തുക. നിത്യേന രാവിലെ വീട്ടിൽ വിളക്ക് കൊളുത്തി ഗണപതിയെ സ്മരിച്ച് പ്രാർത്ഥിക്കുക. ജന്മനാളിൽ ഗണപതി ഹോമം കഴിപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക രാശിക്കാരായ നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ വളരെയധികം വർദ്ധിക്കുന്ന കാലമാണ്. മനസ്സിൻ്റെ സന്തോഷം തിരികെ കിട്ടും. തൊഴിൽപരമായും നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. വരവിനേക്കാൾ ചെലവ് അധികരിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടുവാൻ കഴിയും. വാഗ്ദാനം നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് യാതൊരു രീതിയിലും മുതിരുന്നത് നല്ലതല്ല. ബിസിനസ്സിൽ മികവ് പുലർത്തുവാൻ കഴിയും. സാമ്പത്തികമായ വിഷമതകൾ വന്നു ചേരും. മേലധികാരികൾ, തൊഴിലുടമകൾ എന്നിവരിൽ നിന്നും അനുകൂലമായ നടപടികൾ വന്നു ചേരും. യാത്രകൾ വർദ്ധിക്കുന്നതാണ്. ആരോഗ്യപരമായും വിഷമതകൾ ഉണ്ടാകും. സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ആളുകൾക്ക് ആശ്വാസം നൽകുന്ന സൂചനകൾ വന്നു ചേരും. ഏജൻസി പ്രവർത്തനം, ഭൂമി വിൽപ്പന ഇവയിൽ ലാഭം പ്രതീക്ഷിക്കാം. സൗഹൃദങ്ങളിൽ ഉലച്ചിലുണ്ടാകും.
പൊതുപ്രവർത്തനങ്ങളിൽ പ്രശസ്തി വർദ്ധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും എല്ലാവിധ വിഷമതകളും മാറിക്കിട്ടുന്നതാണ്. കുടുംബസുഖ വർധനവ്, ബിസിനസ്സിൽ പുരോഗതി, താൽക്കാലികമായി ജോലി, ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയം, പരീക്ഷാ വിജയം, ആരോഗ്യകാര്യത്തിലും വളരെയധികം ഉണർവുണ്ടാകും. പൊതുപ്രവർത്തനങ്ങളിൽ വിജയം, മേലുദ്യോഗസ്ഥരുടെ പ്രീതി ഇവയെല്ലാം വന്നു ചേരുന്നതാണ്. ദോഷശമനത്തിനായി ഹനുമത് ഭജനം നടത്തുക. നിത്യേന ഭവനത്തിൽ ലഘുമന്ത്രജപത്താൽ ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗവും ചേർന്ന ധനുരാശിക്കാരായ നിങ്ങൾക്ക് എല്ലാ രീതിയിലും ബന്ധുജന സഹായം ലഭിക്കുന്ന കാലമാണ്. ആയതിനാൽ തന്നെ മനസ്സിന് സന്തോഷം നൽകുന്ന നല്ല വാർത്തകൾ വന്നു ചേരും. അനാവശ്യമായ ചിന്തകളെല്ലാം തന്നെ മനസ്സിൽ നിന്ന് വിട്ടൊഴിയുന്ന കാലമാണ്. പ്രവർത്തനപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനമുണ്ടാകും. പൈതൃക സ്വത്തിൻ്റെ അനുഭവം വന്നു ചേരും. പല്ലുകൾക്ക് നിങ്ങൾക്ക് രോഗസാധ്യതയുണ്ട്. ആഡംബര വസ്തുക്കളിൽ താല്പര്യം വർദ്ധിക്കും. മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയസാധ്യതയുണ്ട്. സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഗൃഹനിർമ്മാണത്തിന് പണച്ചെലവ് വർദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ സുഹൃത്ത് ബന്ധം മുഖേന ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. തൊഴിലിനായുള്ള നിങ്ങളുടെ പരിശ്രമങ്ങളിൽ ഭാഗികമായി വിജയിക്കുന്നതാണ്. ജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ, മാതാവിന് ശാരീരിക അസുഖങ്ങൾ, തുടർന്ന് വൈദ്യ സന്ദർശനം എന്നിവ വേണ്ടിവരും. പല വിധത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായി അനുഭവപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്കും അല്പം ആശ്വാസം ലഭിക്കുന്നതാണ്. യാത്രകൾ വർദ്ധിക്കും. സഹോദര സ്ഥാനീയർ മുഖേന മനക്ലേശത്തിന് സാധ്യതയുണ്ട്. പ്രേമവിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വീട്ടുകാരിൽ നിന്നും അനുകൂലമായ മറുപടി ലഭിക്കും. പുതിയ ബിസിനസ് തുടങ്ങുവാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയം കൂടിയാണ്. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടും. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ചുവന്ന പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജന്മനാളിൽ ദേവിക്ക് കുങ്കുമ അഭിഷേകം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകര രാശിക്കാരായ നിങ്ങൾക്ക് പൊതുവെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസം വർദ്ധിക്കും. സൗമ്യമായ പെരുമാറ്റം കൊണ്ട് ഏവരുടെയും പ്രശംസ നേടുവാൻ സാധിക്കുന്നതാണ്. സഹോദര സ്ഥാനീയർ മുഖേന കാര്യസാധ്യമുണ്ടാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതാണ്. ഗൃഹ അന്തരീക്ഷം വളരെയധികം സംതൃപ്തമായിരിക്കും. വാഹന സംബന്ധമായ ചെലവുകൾ വന്നുചേരും. ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ തലപൊക്കുവാൻ ഇടയുണ്ട്. തൊഴിൽ രഹിതർക്ക് താൽക്കാലികമായെങ്കിലും ജോലി ലഭിക്കുന്നതാണ്. പൊതുപ്രവർത്തകർ അനാവശ്യമായ ആരോപണങ്ങൾ മൂലം വിഷമിക്കേണ്ടി വരും. വിദേശ ജോലിയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതാണ്. കർമ്മരംഗത്ത് ശത്രുക്കളുടെ ശല്യമുണ്ടാകുമെങ്കിലും അവയെല്ലാം തന്നെ അതിജീവിക്കുവാൻ കഴിയുന്നതാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട് അധിക യാത്രകൾ വേണ്ടിവരും. തുടങ്ങിവെച്ച പ്രവർത്തനങ്ങളിൽ വിജയിക്കുന്നതാണ്. കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും. ബന്ധുജനങ്ങൾ മുഖേന വാക്കുകൾ കൊണ്ട് മനസ്സിനെ മുറിപ്പെടുത്തുന്നതാണ്. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനുള്ള തടസ്സം മറികടക്കുന്നതാണ്. മുൻകാല സമ്പാദ്യങ്ങളിൽ നിന്നും ധനലാഭം, സന്താനങ്ങളാൽ മനസ്സന്തോഷം എന്നിവ വർദ്ധിക്കുന്നതാണ്. മേലധികാരിയുടെ അപ്രിയം സമ്പാദിക്കാതെ സൂക്ഷിക്കുക. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശിവഭജനം നടത്തുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പഞ്ചാക്ഷരം ജപിച്ചു പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം പോരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭരാശിക്കാരായ നിങ്ങൾക്ക് ആരോഗ്യപരമായി അനുകൂലമായ സമയമാണ്. വിവാഹം ഉറപ്പിക്കുവാൻ കഴിയും. തൊഴിൽപരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അനാവശ്യമായ മാനസിക ഉത്കണ്ഠ ഉണ്ടായിരുന്നത് അവസാനിക്കുന്നതാണ്. സുഹൃത്ത് സഹായം ലഭിക്കും. ദ്രവ്യലാഭ സാധ്യതയുണ്ട്. ഗൃഹത്തിൽ ശാന്തത വന്നു ചേരും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങളുണ്ടാകും. കുടുംബത്തിൽ ചെറിയ മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടുന്ന കാലമാണ്. യാത്രകൾ വഴി നേട്ടം, കടങ്ങൾ വീട്ടുവാനും തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും സാധിക്കുന്നതാണ്. വരവിനേക്കാൾ നിങ്ങൾക്ക് ചെലവ് അധികരിക്കുമെങ്കിലും ആഗ്രഹങ്ങളെല്ലാം തന്നെ സാധിക്കുന്ന കാലമാണ്. ആരോഗ്യപരമായി ഉണ്ടായിരുന്ന വിഷമതകളെല്ലാം തന്നെ ശമിക്കും.
ഭൂമി വിൽപ്പനയിൽ തീരുമാനമുണ്ടാകും. ഏജൻസി പ്രവർത്തനങ്ങളിൽ ലാഭം, വിവാഹം തേടുന്നവർക്ക് ഉത്തമ ബന്ധം എന്നിവ ലഭിക്കുന്നതാണ്. കഫജന്യ രോഗങ്ങൾ പിടിപെടുവാൻ ഇടയുള്ള കാലം കൂടിയാണ്. നിങ്ങളുടെ സൗഹൃദങ്ങളിൽ ഉലച്ചിൽ തട്ടാതെ ശ്രദ്ധിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിഷമതകളെല്ലാം തന്നെ ശമിച്ചു കിട്ടുന്നതാണ്. അതുപോലെ സന്താന ഗുണം അനുഭവിക്കുവാനും കഴിയും. ബിസിനസ്സിൽ പുരോഗതി, പ്രവർത്തനങ്ങളിൽ വിജയം, ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ മഹാവിഷ്ണു ഭജനം നടത്തുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതം എടുക്കുക. വിഷ്ണു അഷ്ടോത്തര ജപം നടത്തുക. അതുപോലെ വിഷ്ണുവിൻ്റെ ജന്മനാളിൽ പാൽപ്പായസം നിവേദിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനരാശിക്കാരായ നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമാണ്. മാനസികമായി ഉണ്ടായിരുന്ന എല്ലാവിധ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടും. പണമിടപാടുകളിൽ കൃത്യത പാലിക്കുക. മേലുദ്യോഗസ്ഥരുടെ പ്രീതി വന്നു ചേരും. ഗൃഹത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കും. കുടുംബജീവിത സൗഖ്യം വർദ്ധിക്കുന്നതാണ്. അതുപോലെ വിവാദപരമായ പല കാര്യങ്ങളിൽ മനസ്സിന് സുഖം ലഭിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ മികച്ച വിജയം കൈവരിക്കുവാൻ കഴിയുന്നതാണ്. കഫജന്യ രോഗങ്ങൾ പിടിപെടാം. ദീർഘയാത്രകളെല്ലാം തന്നെ കഴിവതും ഒഴിവാക്കുന്നത് ഗുണകരമാകും. പൈതൃക സ്വത്തിൻ്റെ അനുഭവമുണ്ടാകും. കരുതി വെച്ച പണം മറ്റാവശ്യങ്ങൾക്കായി ചെലവഴിക്കേണ്ടി വരുന്നതാണ്. സന്താന ഗുണം വർദ്ധിക്കുന്നതാണ്. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ട് അപമാനമുണ്ടാക്കാതെ ശ്രദ്ധിക്കുക. കർണരോഗ സാധ്യതയുണ്ട്. അതുപോലെ അപ്രതീക്ഷിതമായ ചെലവുകളും വർദ്ധിക്കും. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കടം വാങ്ങേണ്ടി വന്നേക്കാം. വാഹന യാത്രകൾക്കിടയിൽ ധനനഷ്ടം സംഭവിക്കുവാനുമുള്ള സാധ്യതയുണ്ട്. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി, മാതാവിനോ തത്തുല്യരായ ആളുകൾക്കോ അരിഷ്ടതകൾ, അനുഭവിച്ചു കൊണ്ടിരുന്ന രോഗദുരിതങ്ങളിൽ നിന്നും മോചനം, ഉപയോഗ വസ്തുക്കൾ മോഷണം പോയേക്കാം. ബന്ധുക്കൾ നിമിത്തം നേട്ടങ്ങളുണ്ടാകും. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി സുബ്രഹ്മണ്യ ഭജനം നടത്തുക. നിത്യേന അഷ്ടോത്തരം ജപിക്കുക. കൂടാതെ നാളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.